ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗ്. അപ്പോൾ ഇന്ന് ചക്കയുടെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ചക്കക്കാലൊക്കെ കഴിയാറായി കേട്ടോ. അപ്പോൾ മഴയൊക്കെ വന്ന കാരണം എല്ലാവരും ചക്ക ഇട്ട് പോവുകയാണ്. കാരണം ചക്കയിലൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്വാദ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വിജയായിട്ട് ഒരു ചക്ക കൊടുത്തിട്ടുണ്ട്. പണിസ്ഥലത്ത് പോയപ്പോൾ അവിടെ ചക്കയൊക്കെ ഇട്ടുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് ചിലതൊക്കെ വീണ് പോവായിരുന്നു. അപ്പോൾ അതിലത്തൊരു വലിയ ചക്ക നോക്കിയിട്ട് തന്നെയാണ് വിജയേട്ടൻ വീട്ടിലേക്ക് കൊടുന്നത്. അപ്പോൾ അതിൽ ചേച്ചിക്കും കൊടുക്കാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ കണ്ണിലത്തെ കുറച്ച് കുറവുണ്ട്. അടുത്ത് വന്നിരിക്കണൊക്കെ ഉണ്ട് ആൾ. അപ്പോൾ ആൾ വെറുതെ ഇരിക്കണമെന്നില്ല. ചക്ക പഴുത്തതാണോ നോക്കാൻ വേണ്ടിയിട്ട് വെട്ടിയതാണ്. അപ്പോൾ ചക്ക പഴുത്ത ചക്ക തന്നെയാണ് കേട്ടോ. പഴച്ചക്കയായിരുന്നു. പഴച്ചക്ക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ചെറിയ ചോളയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് നല്ല വലിപ്പമുള്ള ചോളയായിരുന്നു. വെട്ടിയപ്പോൾ തന്നെ വേഗം ചോളയൊക്കെ പറിക്കാൻ നല്ല സുഖമായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം ഇത് ചക്ക ചിലപ്പോൾ കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് വരട്ടി വയ്ക്കണം. അതിപ്പോൾ ചെയ്യണില്ല. കാരണം വൈകുന്നേരത്ത് ഇപ്പോൾ ഞാൻ സമയം ഇപ്പോൾ 8:45 9 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചക്ക വെട്ടലും പറിക്കലും കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം. പിന്നെ കുഞ്ഞ് വീഡിയോസുകളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണണം. ചിലവരൊക്കെ കാണുമ്പോൾ തന്നെ എപ്പോഴും പറയാറുണ്ട് ഹലോ കൂട്ടുകാരെ എന്നൊക്കെ പറയാറുണ്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ അത് ഞാനിങ്ങനെ നന്മ വ്ളോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ ഹലോ കൂട്ടുകാരെന്ന് പറയുമ്പോൾ അങ്ങനെ അതാണ് ശരിക്കും അങ്ങനെ പേര് ആയിട്ട് വരുന്നത്. ഞാനും അമ്മയും കൂടി ചോള പറിക്കാണ് കേട്ടോ. അപ്പോൾ ചോള പറിച്ചിട്ട് എത്ര ഉണ്ട് നോക്കട്ടെ ആദ്യം. പിന്നെ കുരുവൊക്കെ വേറെ എടുക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇപ്പോൾ 1300 ചില്ലറായിട്ടുണ്ട്. 300 പേര് എന്തായാലും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. കാരണം വീട്ടിലത്തെ കുറച്ച് വീഡിയോ ഞാൻ ഇടണം. വീട്ടിലത്തെ മാത്രമല്ല, ഒന്നില്ലെങ്കിൽ പുഴയിലത്തെ കാണിക്കും, അല്ലെങ്കിൽ ഷോപ്പിലത്തെ കാണിക്കും. പിന്നെ വീട്ടിലത്തെ കുറച്ച് ഭാഗം വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും കുഞ്ഞ് വീഡിയോ പാചകം ചെയ്യണതൊക്കെയാണ് ഞാൻ ഇടാറ്. പിന്നെ പുറത്ത് പോയിട്ടുള്ള വീഡിയോ ചില കൂട്ടുകാരൊക്കെ പറയാറുണ്ട് അമ്പലത്തിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ ഞാൻ ഇടാം. അമ്പലത്തിൽ അങ്ങനെ അടുപ്പിച്ചൊന്നും അങ്ങനെ പോകാറില്ല ഞാൻ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോസുകൾ ഞാൻ ഇടാം. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടേക്കൊക്കെ പോയിട്ടുള്ള ഓരോ ആൾക്കാർ അമ്പലങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. പിന്നെ വരിക്കാശ്ശേരി മന ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. ഒക്കെ അടുത്ത് തന്നെയാണ്. പക്ഷെ എങ്ങോട്ടും പോവാറില്ല കേട്ടോ. അതാണ് ഇപ്പോൾ വിഷയം. അപ്പോൾ വിജയേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ പോയുള്ള വീഡിയോസുകളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ. ചക്കയൊക്കെ ഒരുപാട് ചുള കിട്ടി. നിങ്ങൾക്ക് ചക്കയൊക്കെ കാണുമ്പോൾ കൊതിയാവുമെന്നറിയാം. അപ്പോൾ ആരെങ്കിലും ചക്ക വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ചക്ക വേണമെങ്കിൽ എല്ലാവരും പോരെ, നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ചക്കൊക്കെ ചോള പറിച്ചിട്ടുണ്ടല്ലോ, ഇനി അത് കഴിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാളെ കാലത്ത് ബസ് കയറിയിട്ടോ വണ്ടി കയറിയിട്ടോ ഒക്കെ പോരേട്ടോ, ചക്ക കഴിക്കാം. 2 ദിവസം കഴിഞ്ഞാൽ ചക്ക കിട്ടില്ല. 2 ദിവസം എന്നല്ല, ഇനിയിപ്പോൾ ഈ വർഷം അങ്ങനെ ചക്കയുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അധികമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട ചക്കയുടെ വീഡിയോകളൊന്നും കേട്ടോ. പച്ചച്ചക്ക കിട്ടാനൊന്നും കൊതിയാവും. ചക്കക്കുരു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഞാൻ ഓരോ പാത്രത്തിലാക്കി വെക്കട്ടെ. ചക്ക നാളെ നമുക്ക് ചക്ക പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം.
ഞാനൊരു ഇലയൊക്കെ വെട്ടി കൊടുന്നിട്ട് അതിലേക്കാണ് ചോളമൊക്കെ പറിച്ചിട്ടത് കേട്ടോ. അപ്പോൾ അത് സുഖമായിട്ട് അതിൽ പറിച്ച് തന്നൊക്കെ സൗകര്യമായി. പിന്നെ ചകിണിയൊന്നും ഇല്ല, നല്ല സുഖമായിട്ട് പറിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കമൻറ്റ് ചെയ്ത, ലൈക്ക് ചെയ്ത, പിന്നെ വീഡിയോ ഫുള്ളായി കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും